കോള് കട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മിനു, അങ്ങനെ ഒരു തടസ്സമുണ്ടോ ഈ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഈ പോലീസ് സംഘത്തിന് മുന്നിൽ പോയി മൊഴി കൊടുക്കുവാൻ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുമോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒരിക്കലും ബുദ്ധിമുട്ടില്ല. ഒരിക്കലും എന്നെ ഓൾറെഡി അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു IPS മാഡം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ വാണ്ട് ടു സ്പീക്ക് ടു യു എന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ സമയം വരെ എനിക്ക് ഫ്രീ ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഐ വിൽ ഇൻഫോം യു മൈ ടൈം എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഐ എം റിയലി കംഫർട്ട്. അവരുടെ കൂടെ മുന്നോട്ട് നീങ്ങാൻ എല്ലാ സഹകരണവും എന്റെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പോൾ ഈ പോലീസിന്റെ പുതിയ സംഘത്തിന് ആദ്യം മൊഴി കൊടുക്കുന്നത് മിനു ആയിരിക്കും? തീർച്ചയായിട്ടും. അതായത് മുകേഷിനെതിരെ ഉണ്ടാവും, മണിയമ്പിള്ള രാജുവിനെതിരെ ഉണ്ടാവും, ജയസൂര്യക്കെതിരെ ഉണ്ടാകും, ഇടവേള ബാബുവിനെതിരെ ഉണ്ടാകും. താങ്കൾ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കും? അതിലൊരു മാറ്റവും ഇല്ല. എനിക്ക് ഇതിന് ജസ്റ്റിസ് വേണം വേണം വേണം. കാരണം ഞാൻ 13 വർഷമായിട്ട് എന്റെ നെഞ്ചിൽ വിങ്ങി 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 വെച്ചിട്ടുണ്ട്. എനിക്ക് പുറത്ത് ആരോട് പറയാൻ പറ്റാത്തൊരവസ്ഥ. ആരോട് നമ്മൾ പറയും? ഇതൊക്കെ ആരോട് പറയും? അവർ വിശ്വസിക്കുവോ? പക്ഷേ ഇത് ഹേമ കമ്മിറ്റി ഇങ്ങനെ മുൻപോട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ കിട്ടിയത്, ഇതിങ്ങനെ തുറന്നു പറയാനായിട്ട്. തീർച്ചയായിട്ടും അമ്മ ഒരു ശക്തമായ ഒരു അസോസിയേഷൻ ആയിരുന്നെങ്കിൽ, അവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ പോയി പറയുമായിരുന്നു, എനിക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അംഗത്വം വേണമെന്ന് ഞാൻ അവരെ കണ്ട് സംസാരിക്കുമായിരുന്നു. എനിക്കിങ്ങനെ അംഗത്വം കിട്ടാതെ വരത്തില്ലായിരുന്നു. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ.